أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. വരികളിലൂടെ വായിച്ചാൽ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികളിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ഒരു ആത്മകലയാണ് യഥാർത്ഥത്തിൽ ഇത്. കലയെ കൊലവിളിക്കുന്നവർ ഇതിനെ മലീമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ബഹുമാനപ്പെട്ട ഇച്ഛ അബ്ദുൽ ഖാദർ മസ്താനി തനത് ഇസ്ലാമിക് ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. ഖാഫ് നൂന് കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിன்று കൊതിച്ച് ഞാൻ. ഖാഫ് നൂന് കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിன்று കൊതിച്ച് ഞാൻ, കരഞ്ഞു നിன்று കൊതിച്ച് ഞാൻ. മത്ത് പിടിച്ചതാണ്. മത്ത് പിടിപ്പിച്ചതോ ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടി വൈവിധ്യങ്ങളുടെ ഏകനായ ഉടയോനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏക തുണ ഹബീബ് തങ്ങളാണ്. നശ്വരമായ സഞ്ചാര ജീവിതത്തിന് അർത്ഥവും ആത്മാവും നൽകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ യോഗ്യനായവർ ആരുണ്ട്? ബഹുമാനപ്പെട്ട കവി പാടുന്നു. ആഫിയത്ത് തടീഖ് ഖൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീഖ് ഖൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ആത്മീയ ശരീരത്തിന്റെയും തടിക്കും കൽബിനും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിനോളം വലിയ മരുന്ന് മറ്റൊന്നുമില്ല. ബഹുമാനപ്പെട്ട കവി അവസാനിപ്പിക്കുന്നില്ല. നാളെ ആഖിറ ലോകത്തേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബിരുദ സൽക്കാരത്തിൽ മുൻപന്തിയിൽ സ്ഥാനമുറപ്പിക്കാൻ തുണ തരയണമേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹദ്റത്ത് നല്ല മുഹമ്മദാ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വീട്ടിയെടുക്കണേ. ഖാഫ് നൂന് ഖാഫ് നൂന് ഖാഫ് നൂന് കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിன்று കൊതിച്ച് ഞാൻ, കരഞ്ഞു നിன்று കൊതിച്ച് ഞാൻ. ഒരു കുഞ്ഞിനെ പോലെ ഇച്ഛകൾക്ക് പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും. അവിടെയും മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതീന്ദ്രമായ പ്രതീക്ഷ. ബഹുമാനപ്പെട്ട കവിയുടെ മറ്റൊരു വിധം ഇങ്ങനെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. തങ്കച്ചി പെണ്ണെ മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കവിയോട് ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന മർത്യ മനസ്സുകളെ കുറിച്ചാണ്. ഇന്നും ഈ ഭൂമി ലോകത്ത് അതുപോലെ ഒരുപാട് മനുഷ്യജീവനുകൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട കവി ഇങ്ങനെ പാടിയത്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് കടന്നു വരുമ്പോൾ
പടച്ചറബ് എന്താണോ തന്നത് അതായിട്ടേ നമ്മൾ ഈ ഭൂമിലോകത്തേക്ക് കടന്നു വരുന്നുള്ളൂ. നമ്മൾ ഈ ഭൂമിലോകത്ത് ജീവിക്കുമ്പോഴും നമ്മൾ ഈ ഭൂമിലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും പടച്ചറബ് എന്താണോ തന്നത് അതായിട്ടേ നമ്മൾ മടങ്ങിപ്പോകുന്നുള്ളൂ. അതാണ് ബഹുമാനപ്പെട്ട മൻസൂർ പുത്തനത്താണിയുടെ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം എൻ്റെ റബ്ബിൻ്റേതാണ് എന്നാണ് ബഹുമാനപ്പെട്ട കവി പാടുന്നത്. എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം നിൻ്റെതാണു ജല്ല. എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം നിൻ്റെതാണു ജല്ല. അല്ലാഹു 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 അല്ലാഹു. ഉള്ളവില്ലാതെ തൊള്ള തള്ളാതെ, ഉള്ളവില്ലാതെ കൊള്ള തള്ളാതെ, ചെല്ലകില്ലാത്ത കള്ളിൻ്റെ ഹരമുണ്ടെങ്കിൽ, ഹരമുണ്ടെങ്കിൽ ഉള്ളവില്ലാതെ കൊള്ള തള്ളാതെ, ഉള്ളവില്ലാതെ കൊള്ള തള്ളാതെ, ചെല്ലവില്ലാത്ത കള്ളിൻ്റെ ഹരമുണ്ടെങ്കിൽ, ഹരമുണ്ടെങ്കിൽ, ഹരമുണ്ടെങ്കിൽ മസ്തൂക്കിസ്തെങ്കിൽ മജ്ജാമീൻ നെച്ചെങ്കിൽ, മസ്തൂക്കിസ്തെങ്കിൽ മജ്ജാമീൻ നെച്ചെങ്കിൽ, ഇല്ല അല്ല എല്ലാതെല്ലാം കൊള്ളോവില തല്ലും ഇല്ലാവില, ഉള്ളോവില തെല്ലും ഇല്ലാവില. എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം നിന്റെ താഴു ജല്ല. അല്ലാഹു 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 അല്ലാഹു. ഉള്ളവില്ലാതെ തൊള്ള തള്ളാതെ, ചെല്ലക്കില്ലാത്ത കള്ളിൻ്റെ ഹരമുണ്ടെങ്കിൽ മസ്തുഹൂക്കിസ്തെങ്കിൽ. അതായത് ഉള്ളവില്ലാതെ തൊള്ള തള്ളാതെ, ഉള്ളവില്ലാതെ ഹൃദയം തകരാതെ, തൊള്ള തള്ളാതെ കളവ് പറയാതെ, ചെല്ലക്കില്ലാത്ത കള്ളിൻ്റെ ഹരമുണ്ടെങ്കിൽ, അതായത് ലഹരിയില്ലാത്ത കള്ള്, അത് അള്ളാഹുവിൻ്റെ ഹു എന്ന ജലാലിയത്തിൻ്റെ മനോഹരമായ ഇസ്മിൽ ലയിച്ചാടുന്ന ആ ഒരു വചനമല്ലാതെ മറ്റെന്താണ്? ആ ഒരു ലഹരിയായിരുന്നെങ്കിൽ മസ്തുഹു കിസ്തെങ്കിൽ, ഞാനെന്നെ ഹൃദയത്തിൻ്റെ മജ്ജ, ഞാൻ മസ്ത് എൻ്റെ ലഹരി, ഹൂ കിസ്തെങ്കിൽ. കിസ്ത് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട കവിയോട് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന, അണമുറിയാതെ ഇടപെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒന്നിനെ കിസ്ത് എന്ന് രേഖപ്പെടുത്തുന്നു. അതായിരുന്നെങ്കിൽ മജ്ജമീം നെജ്ജെങ്കിൽ, ഞാനെന്നെ ഹൃദയത്തിൻ്റെ മജ്ജ, ഞാനെന്നെ ശരീരത്തിൻ്റെ മജ്ജ, ഞാനെന്നെ എല്ലായ്മയുടെയും മജ്ജ, അത് മീമായിരുന്നെങ്കിൽ, അത് മുഹമ്മദിയത്തായിരുന്നെങ്കിൽ എന്നാണ് ആ ഭാഗത്തിലൂടെ പറയുന്നത്. അല്ലാഹു എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം നിന്റെ താണു ജല്ല. എൻ്റെയൊന്നും എൻ്റെയല്ല, എല്ലാം നിന്റെ താഴു ജല്ല. അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.